എടാ, ആഗ്രഹം കൊള്ളാം, ആ മോഹം മനസ്സിലിരിക്കുകയുള്ളൂ. ആദിത്യ അതും പറഞ്ഞ് അവൻ്റെ തോളിൽ പല്ലുകൾ ആഴ്ത്തി. ആ എടി, നീ എന്നെ കടിച്ചോ? നിന്നിപ്പം ഞാൻ ശരിയാക്കി തരാം. അതും പറഞ്ഞ് അവൻ അവളെ ബാത്റൂമിൽ ഷവറിൻ്റെ ചുവട്ടിൽ കൊണ്ടു നിർത്തി. ഷവർ ഓൺ ചെയ്തതും വെള്ളത്തുട്ടികൾ അവളുടെ മേലെ ഒഴുകാൻ തുടങ്ങി. അതിൽ അവളുടെ വസ്ത്രങ്ങൾ നനഞ്ഞൊട്ടിയതും അവളുടെ മെയ്യഴക് തെളിഞ്ഞു കാണാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകൾ അവളുടെ കഴുത്തിലൂടെ ഒലിച്ചിറങ്ങി മാറിടത്തിൽ പോയി ഒളിക്കുന്ന വെള്ളത്തുള്ളികളിലേക്ക് നീങ്ങി. അതിഥി അവനെ നോക്കിയതും അവൻ്റെ നോട്ടം പോകുന്ന വഴി കണ്ട് അവൾ മറിച്ച് തിരിഞ്ഞു നിന്നു. അവൻ പുഞ്ചിരി കൊണ്ട് പതിയെ അവളുടെ ടോപ്പിൻ്റെ സിബ് വലിച്ചൂരിയ ശേഷം അവൻ അവളുടെ തോളിൽ നിന്നും ടോപ്പ് പതിയെ താഴ്ത്തി അവിടമാകെ അവൻ്റെ അതരങ്ങൾ അലഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ ചെയ്തികളിൽ പുളഞ്ഞു പോയ അവൾ അവന് മുഖാമുഖം തിരിഞ്ഞു നിന്നു. അരുൺ, എന്താ ചെയ്യുന്നു നീ? എന്തിനാ അച്ചു ഇനി നാണം? ഞാൻ കാണാത്തൊന്നുമില്ലല്ലോ. അയ്യേ, ഒന്ന് പോയി നീ. എന്നാലും കണ്ടതെല്ലാം ഞാൻ മറന്നുപോയെന്നൊരു സംശയം. അപ്പോൾ ഒന്നുകൂടെ കണ്ട ഓർമ്മ പുതുക്കാലോ. അത് കേട്ടതും അവളുടെ കവികൾ ചുവന്നു തൊടുത്തു. അവൻ പതിയെ അവളുടെ അതരങ്ങളിലേക്ക് ചേക്കേറാനൊരുങ്ങിയതും പെട്ടെന്നാണ് അവൾ തുമ്മിയത്. ഷേ, മൂടുപോയി. അവനത് പറഞ്ഞതും അവൾ വീണ്ടും തുമ്മാൻ തുടങ്ങി. നിൻ്റെ ഐഡിയ അല്ലേ ഷവറിൻ്റെ അടിയിൽ നിന്നിട്ടുള്ള ബാക്കി പറ. അരുൺ അതിഥിയോട് കള്ളച്ചിരിയോട് ചോദിച്ചു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ, ഞാൻ പോവാ. അതും പറഞ്ഞ് അവൾ ടവലെടുത്ത് പുറത്തേക്ക് പോയി. അരുൺ പെട്ടെന്ന് തന്നെ ഫ്രഷായി ഇറങ്ങി വന്നു. നോക്കിയപ്പോൾ അതിഥി റൂമിലുണ്ടായിരുന്നില്ല. അവൻ റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നു. അതിഥി അവിടെ റെഡിയായി മുത്തശ്ശനൊപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ അവനെ ഒന്ന് കോർപ്പിച്ച് നോക്കിയതും അവനൊരു കള്ളച്ചിരി സമ്മാനിച്ചു. അരുൺ എത്തിയല്ലോ, എന്നാൽ ഇനി വൈകിപ്പിക്കണ്ട, നിങ്ങൾ ഇറങ്ങാൻ നോക്ക് മക്കളെ, മുത്തശ്ശൻ 2 പേരോടുമായി പറഞ്ഞു. അപ്പോൾ തന്നെ അവർ അവിടെ നിന്നും ഇറങ്ങിയിരുന്നു. അച്ചു, എനിക്ക് അങ്ങോട്ട് വരാൻ വലിയ താല്പര്യമൊന്നുമില്ല, നിനക്കറിയാലോ. പിന്നെ നീ ഒരുത്തിക്ക് വേണ്ടിയാ. അരുണത് പറഞ്ഞതും അതിഥി അവനൊരു വാടിയ പുഞ്ചിരി സമ്മാനിച്ചു. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സത്യങ്ങൾ അറിയുന്നവരെ നീ എന്നെ ഒന്നിനും നിർബന്ധിക്കരുത്. ഞാനായിട്ട് നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല. പക്ഷേ സത്യങ്ങൾ അറിയുന്നവരെ എൻ്റെ അപ്പയെ നീ വിഷമിപ്പിക്കരുത്. അതും പറഞ്ഞ് അവർ അതിഥിയുടെ വീട്ടിലെത്തിയതും അവിടെ എത്തിയതും അതിഥിയുടെ അമ്മ ലക്ഷ്മി പുറത്തേക്ക് വന്നു. എന്താ മക്കളെ നിങ്ങൾ ലേറ്റായത്? അതൊന്നുമില്ല അമ്മ, കോളേജിൽ നിന്ന് ഇറങ്ങാൻ ലേറ്റായി, അതുകൊണ്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് അതിഥി അരുണിനെ ഒന്ന് നോക്കി. മക്കളെ, ലേറ്റായി, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം എടുത്തു വയ്ക്കാം. അമ്മ, അപ്പ എവിടെ? ഫുഡ് കഴിക്കുന്നതിനിടയിൽ അതിഥി ലക്ഷ്മിയോട് ചോദിച്ചു. ഇത്രയും നേരം നിങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഓഫീസിൽ നിന്ന് എന്തോ അർജൻറ്റ് കോൾ വന്നിട്ട് പോയതാ. നിങ്ങൾ കഴിക്കേ, അപ്പോൾ വന്നോളൂ. അതും പറഞ്ഞ് അവർ രണ്ടാളും ഫുഡ് വിളമ്പിക്കൊടുത്തു. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതും അരുണും അതിഥിയും ലക്ഷ്മിയും ഹാളിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷ്ണമൂർത്തി വന്നത്. ആ, നിങ്ങൾ എത്തിയോ? അപ്പാ, ഞങ്ങൾ വന്നിട്ട് ഒരുപാട് നേരമായി. ആ, നിങ്ങളിരിക്കേ, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. അതും പറഞ്ഞ് മൂർത്തി റൂമിലേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം ഫ്രഷായി തിരികെ വന്നു. അരുൺ മോനെ, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? മുത്തശ്ശൻ എന്ത് പറയുന്നു? സുഖമായിരിക്കുന്നപ്പാ. എന്താ മോനൊന്നും മിണ്ടാതെ നിൽക്കുന്നത്? സംസാരിക്കാൻ ഇനി സമയമുണ്ടല്ലോ അങ്കിൾ, അരുൺ ഗൗരവത്തോടെ പറഞ്ഞു. അതിഥി അരുണിനെ ഒന്ന് നോക്കി. അതെ, മോൻ്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? അങ്കിളിന് അതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ. അരുൺ അർത്ഥം വെച്ച് സംസാരിക്കുന്നത് പോലെ അതിഥിക്ക് തോന്നി. എൻ്റെ അപ്പ ഒന്ന് നിർത്ത്, എപ്പോഴും ഈ ബിസിനസ് കാര്യങ്ങൾ മാത്രമുള്ളൂ സംസാരിക്കാൻ. വിഷയം മാറ്റാനായി ഇപ്പോൾ അവൾ പറഞ്ഞു. മോൾക്കറിയില്ല, ഞാനും വസുദേവും കോളേജ് കാലം തൊട്ടേ ഫ്രണ്ട്സായിരുന്നു. ബിസിനസ്സിലും ഞങ്ങൾ അതുപോലെ തന്നെയായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, വേറെയും പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. വസുദേവ് ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ. അരുണിൻ്റെ മുഖം മാറിയതെന്ന് കണ്ട അതിഥി. മതിയപ്പ, ഞങ്ങൾ ഓൾറെഡി ടയേർഡാണ്. ഓ, അപ്പം അത് ഓർത്തില്ല. നിങ്ങൾ അല്പസമയം റെസ്റ്റ് എടുക്കാം, നമുക്ക് പിന്നെ സംസാരിക്കാം. കൃഷ്ണമൂർത്തി അതും പറഞ്ഞ് അതിഥി എഴുന്നേറ്റ് അരുണിനെയും കൂടി റൂമിലേക്ക് പോയി. റൂമിലെത്തിയതും അതിഥിയോടൊന്നും സംസാരിക്കാതെ അവൻ ബാൽക്കണിയിലേക്ക് പോയി. അവനൊരു സിഗരറ്റ് വലിക്കാനായി പോക്കറ്റിൽ നിന്നും എടുത്ത് ചുണ്ടോട് അടുപ്പിച്ചതും അതിഥി അത് വാങ്ങി ദൂരേക്ക് എറിഞ്ഞതും അരുൺ ദേഷ്യം അടക്കാൻ കഴിയാതെ അവളുടെ കൈ പിടിച്ച് തിരിച്ചു. നീ എൻ്റെ ഭാര്യയാണെന്ന് കരുതി എന്തു ആകാമെന്ന് കരുതരുത്, അവൻ ഉച്ചത്തിൽ പറഞ്ഞു. ആ, വേദനിക്കുന്നു, കൈ വിടരും. അവൾ വേദന കൊണ്ട് പൊളഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയതും അവൻ പിടിവിട്ടതും അവൾ ചെന്ന് കട്ടിലിൽ മുഖം പൊഴുത്തി കരയാൻ തുടങ്ങി. അവൻ അവളുടെ പുറകെ ബെഡിൽ വന്ന് കിടന്നുകൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ അഭിമുഖമായി കിടത്തി. അച്ചു, എൻ്റെ മുഖത്തേക്ക് നോക്ക്. എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നീ മനസ്സിലാക്കണം. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അച്ചു. നിന്നെ വേദനിപ്പിക്കണമെന്ന് കരുതിയല്ല, സോറി.
അവൻ പിടുത്തമിട്ട ചുവന്ന പാടിൽ അവൻ്റെ അതിരങ്ങൾ ചേർത്തതും അവൾ അവനെ മുറുകെ പുണർന്നു. അരുൺ, നിനക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് പോവാം. അപ്പയോടും അമ്മയോടും ഞാൻ പറഞ്ഞോളാം. നീ സങ്കടപ്പെടുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. അവൾ സങ്കടത്തോടെ പറഞ്ഞു. നീ അതൊന്നും ചിന്തിക്കണ്ട. നിൻ്റെ സന്തോഷമാണ് എനിക്ക് വലുത്. അതുപോലെ നീ എൻ്റെ സന്തോഷവും കൂടി പരിഗണിക്കണം, അവൻ വശ്യമായ സ്വരത്തിൽ അവളോട് പറഞ്ഞു. അതിനവൾ നാണത്തിൽ കലർന്ന ഒരു പുഞ്ചിരി അവന് സമ്മാനിച്ചു. അവളുടെ പുഞ്ചിരിയെ സമ്മതമായി കണ്ടുകൊണ്ട് അവൻ അവളുടെ അതരങ്ങളിലേക്ക് ചേക്കേറി. പെട്ടെന്നാണ് ഡോറിൽ മുട്ടൽ കേട്ടത്. അത് കേട്ടിട്ടും അതിഥിയെ വിടാൻ അരുൺ ഒരുക്കമായിരുന്നില്ല. എന്നാൽ അവനെ പെട്ടെന്ന് തള്ളി മാറ്റിക്കൊണ്ട് അതിഥി പറഞ്ഞു. ഡോറിൽ ആരും മുട്ടുന്നുണ്ട് അരുൺ എന്നും പറഞ്ഞുകൊണ്ട് അതിഥി ഡോർ തുറന്നതും ലക്ഷ്മിയായിരുന്നു പുറത്ത്. മോളെ, മുത്തശ്ശി വിളിച്ചിരുന്നു, നിങ്ങളെയും കൂട്ടി അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അതിഥിയുടെ പുറകെ അരുണും എഴുന്നേറ്റ് വന്നു. തറവാട്ടമ്പലത്തിൽ ഉത്സവമാണ്, അവിടെ നിങ്ങളെ തൊഴിയിക്കണമെന്നുണ്ട് മുത്തശ്ശിക്ക്. മോന് അസൗകര്യമൊന്നുമില്ലല്ലോ? അരുണിനോടായി ലക്ഷ്മി ചോദിച്ചു. ഇല്ല ആൻറ്റി, അരുൺ അതും പറഞ്ഞതും ലക്ഷ്മി അവിടെ നിന്ന് പോയിരുന്നു. അരുൺ പതിയെ അവളുടെ ചെവിയിൽ പറഞ്ഞു. അവിടേക്ക് പോകുന്നതൊക്കെ കൊള്ളാം, ഞാൻ പട്ടിണിയാവൂ? അവനൊരു കള്ളച്ചിരിയോട് പറഞ്ഞു.